ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോ സ്കൂളിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു ബംബ്ലോസ്കി പൊളിക്കുസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ക്രിയേറ്റീവ് മൈൻഡ്സ് പാർട്ട് 4 5 എന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈക്ക് ചെയ്യാത്ത കൂട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ നടുവിലൊരു മരമൊക്കെ നട്ട് ഒരു സംഭവമൊക്കെ റെഡിയാക്കിയിരുന്നു. ആ വീഡിയോ ഫയൽ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് നമ്മൾ കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്നിതാ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. എന്താ ഈ ഒരു ലെയർ, ഈ ഒരു താഴത്തിൽ ഈ ഒരു ലെയർ ഒന്ന് റെഡിയാക്കി എടുത്ത് അവിടെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഒന്ന് റെഡിയാക്കി നമ്മൾ എടുക്കുന്നതാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം. ഇവിടെ അല്ലെങ്കിൽ അവിടെ ചെയ്യാനാണ് പ്ലാൻ. മിക്കവാറും ആ ഒരു ഭാഗമായിട്ട് ഈ ഭാഗം കുറച്ച് ഡൗട്ടാണ്. ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു ലെയർ ഒരു സെറ്റല്ല. ഇവിടെ കണ്ട ഇവിടെ അടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേലെ മൊത്തം ഒന്ന് റെഡിയാക്കേണ്ടി വരും. നമ്മൾ മിക്കവാറും ഈ സൈഡേക്കാരം ചെയ്യുക. ആ സൈഡ് ചെയ്യാനാണ് ചാൻസ്. എന്തായാലും രാത്രി നമുക്ക് കടന്നുറങ്ങിയിട്ട് രാവിലെ പണി നോക്കാം. നല്ലൊരു ഉറക്കം ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. നല്ല ഉറങ്ങിയാലാണ് പണിയെടുക്കാൻ പറ്റുള്ളൂ നാളെ രാവിലെ. നല്ലൊരു ഉറക്കം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉറക്കമൊക്കെ കണ്ടു കഴിയും. അത്രേ ഉള്ളൂ. എവിടെ ഇനി പോയിട്ട് നമുക്ക് രാവിലെ തന്നെ മരം, എന്തായാലും ഇത് സെറ്റപ്പ് മരമൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല. ആ മീൻകുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ ഇനി നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണം. നമുക്ക് ഫർണിച്ചർ വർക്ക്, ഇൻറ്റീരിയർ വർക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും തുടങ്ങാം. ഹലോ ഗൈസ്, അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മളെ വർക്കുകളൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിക്കും. അപ്പം എന്തായാലും നമ്മൾ അത് കാണിച്ചു തരാം. വെയിറ്റ് ഞാൻ ഇതെന്ത് ഇറങ്ങി കട്ടാളൊക്കെ ഒന്ന് എടുത്തേക്കാം, അല്ലെങ്കിൽ നാങ്കടത്തെല്ലാം ഇറങ്ങി ഏണി. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റെപ്പൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ബൈബൈയില്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇതിൻ്റെ മേലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മറ്റേ എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ മരം എൻട്രൻസ് ഒക്കെ റെഡി ആയില്ലേ. ഇവിടെയാണ് നമ്മളെ പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ഫെൻസൊക്കെ കെട്ടിയിട്ട് ഒന്ന് ബ്രിഡ്ജ് മാതിരി. കണ്ടോ, ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു റോയൽ ടച്ച് അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആ ഒരു ഷേപ്പിങ്, ഒരു ഫിനിഷിങ് കിട്ടിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ആയിട്ട് ഒരു റൂമുണ്ട്. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു ഗ്രാസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫാം ആക്കിയാലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇങ്ങനെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഫാം, അഗ്രികൾച്ചർ ഐറ്റംസ്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടാൻ എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടാം. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഇൻറ്റീരിയർ വർക്ക്, സോഫ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു ഏൻഷ്യൻ തീം അത് പിടിച്ച് നമുക്കൊന്ന് റെഡിയാക്കാം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കണ്ടോ, നല്ല വ്യൂ, നമ്മളെ സക്കൂറ ട്രീ ഒക്കെ കാണാം. കണ്ടോ, ആ എൻട്രൻസ് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്. കുറേ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് ഫർണിച്ചർ വർക്ക്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് അങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് ലെയറൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു പകുതി അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് അണ്ട് ചെയ്തുവിടുക. ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ഫുള്ളായിട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്.
ഇതൊക്കെ എവിടെ കണ്ടോ ആ ഒരു സ്ഥലമൊക്കെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. ഇനി ഇതളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒരു ടച്ചപ്പ് ഇങ്ങനെ കൊടുത്തു ഈ ഒരു സൈഡിലേക്ക്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ചും കൂടി ഒരു ഇതാണ്ട് കൊടുക്കണം. ഇതെന്താ അങ്ങനെയല്ല, നല്ല മേലക്കോട്ടെ ടോപ്പ് വ്യൂ നോക്കി നോക്കാം. ടിയോന്ന് മാതിരിയുണ്ട് ഇവിടെയൊക്കെ കണ്ടോ. നമ്മളിത് കുറേ ദിവസം ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് ലോകമൊക്കെ ഇങ്ങനെയല്ലേ. കുറേ ദിവസമായി ആ ഗുഹൻ്റെ ഉള്ളിൽ കടന്ന് ചത്തടക്കും. എത്ര നേരം എഴുതിയിട്ട് അവിടെ തന്നെ നിൽക്കുക. കുറച്ച് പുറത്ത് കൊടുക്കുന്നിറങ്ങി കാറ്റൊക്കെ കൊണ്ട് നല്ല പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് ലെവലായി നിൽക്കണ്ടേ. ഇവിടെ എന്തോ ഞാൻ ഒന്ന് കണ്ടല്ലോ, എമറാൾഡ് അല്ലേ ഇത്? എമറാൾഡ് ഇതണ്ട് കൊണ്ടുപോയാലോ, എടുത്ത് കൊണ്ടുപോയാലോ? അല്ലെങ്കിൽ വേണ്ട, അതവിടെ തന്നെ നോട്ടെ. നമ്മളെന്തിനാ ആരൻ്റെ മുതലൊക്കെ എടുക്കണേ? അതൊക്കെ അവിടെ നിന്നോട്ടെ. എൻ്റെ പപ്പ ഓടുന്ന് വെച്ചതൊക്കെ എനിക്ക് വേണ്ടി, പക്ഷെ ഞാൻ തട്ടി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മളെന്താ കാട്ടുക, നന്മ ലോകമായി പോയില്ലേ. എന്തായാലും ഇതാണിപ്പോൾ നമ്മൾ ചെയ്ത ഒരു ബിൽഡ്. ഇനി കുറച്ചും കൂടിയൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഫിനിഷിങ് ടച്ചപ്പൊക്കെ കൊടുത്ത് ഇതൊരു ഫൈനൽ ലുക്കിലേക്കാരം ഇതൊന്ന് ലെവലായി കിട്ടുക. ഇപ്പോൾ ഇത് കാണാൻ ഒരുമാതിരി ചടപ്പുണ്ടാകും. ഇതിൻ്റെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അത് സീന് സാധനിക്കുക. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെന്ത് കുടുങ്ങി അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബംബ്ലോസ്കി പൊളുക്കോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ആസ്ട്രോ വേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ ബൈ.